ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 5 ശ്ലോകം 4. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീ ദിഗീതോ ഭവാൻ വേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോഭിനൈവാപര കാലാദിപ്രതിബോധിതാദഭവതാ സഞ്ജോതിതാ ച സ്വയം മായാസാ ഖലു ബുദ്ധി തത്വമസൃജയോസൗ മഹാനുച്യതേ. സാരാംശം. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ സൃഷ്ടി ചെയ്യാനുള്ള ഇച്ഛാനുസരണം ഭഗവാനിൽ ലയിച്ച മായ ഇളകി കാലത്തെ സൃഷ്ടിച്ചു എന്നും ത്രിഗുണങ്ങൾ മായയെ സഹായിക്കാനായി തയ്യാറായി എന്നും പറഞ്ഞു. ഭഗവാന്റെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ചേർന്ന് ക്രിയാശക്തിയായി പരിണമിച്ചു. ശരിക്കു പറഞ്ഞാൽ ആ ക്രിയാശക്തിയാണ് മായ. ഭഗവാൻ നേരിട്ടൊന്നും ചെയ്യുന്നില്ല, വെറും സാക്ഷി മാത്രമാണ്. എന്നാൽ എല്ലാവരിലുമുള്ള കടിഞ്ഞാൺ ഭഗവാന്റെ കയ്യിലാണ്. ഏതൊരു കാര്യത്തിനും ഭഗവാൻ മായയെയാണ് കൂട്ടുപിടിക്കുന്നത്. എന്നിരുന്നാലും മായ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ജീവാത്മാവായി വർത്തിക്കുന്നത് പരബ്രഹ്മമായ അങ്ങു തന്നെയാണ്. അതായത് പരമാത്മാവായ അവിടുന്നും ജീവാത്മാവും തമ്മിൽ യാതൊരു ഭേദവുമില്ല എന്ന് തന്നെയാണ്. പിന്നീട് പ്രകൃതി നല്ലവണ്ണം ക്ഷോഭിച്ചു. അപ്പോൾ കാലം, അദൃഷ്ടം, സ്വഭാവം എന്നിവ മായയെ നല്ലവണ്ണം ഉണർത്തിച്ചു. ഭഗവത് പ്രേരണയാൽ ആ മായ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. അതുതന്നെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.